അപ്പോൾ ഇവർ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ അമ്മ, ദൈവമായ ക്രിസ്തുവിൻ്റെ അമ്മ, അങ്ങനെ രണ്ടും രണ്ടായിട്ട് വേർതിരിക്കുമ്പോഴും ഒരു കുഴപ്പമുണ്ട്. ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും വേർതിരിക്കാൻ പറ്റുകയില്ല. ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും വേർതിരിക്കാൻ പറ്റുകയില്ല. ഈശോയെ അങ്ങനെ പറയാൻ പറ്റുമോ? പകുതി മനുഷ്യൻ പകുതി ദൈവം. നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ, മത്സ്യകന്യക, അരക്ക് കീഴ്പോട്ട് മത്സ്യം, അരക്ക് മുകളിലോട്ട് മനുഷ്യൻ. അങ്ങനെയല്ല. നമ്മളിങ്ങനെ കൈയെടുത്ത് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ വിരൽ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ വിരൽ, രണ്ടാമത്തെ വിരൽ ദൈവമായ ക്രിസ്തുവിൻ്റെ വിരൽ, മൂന്നാമത്തെ അങ്ങനെ അല്ല. എത്ര ശതമാനം ഈശോയിൽ ദൈവത്വമുണ്ട്, എത്ര ശതമാനം ഈശോയിൽ മനുഷ്യത്വമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അറിവില്ലാതിരുന്ന ആളുകൾ 50-50 എന്ന് പറഞ്ഞു. അതും തെറ്റാണ്. 50% മനുഷ്യൻ, 50% ദൈവം. അങ്ങനെ ശരിയാകുന്നത്? 100% മനുഷ്യൻ, 100% ദൈവം. അതാണ് ക്രിസ്തു. 100%. ഈശോ മനുഷ്യനായി അവതരിച്ചപ്പോഴും ദൈവത്വം പോയിട്ടില്ല. 100% ദൈവം, 100% മനുഷ്യൻ. ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും പരസ്പരം വേർതിരിക്കാൻ പറ്റാത്ത വിധം അത് കൂടിച്ചേർന്നിരിക്കുക. ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്.